ആസാനെ കുറച്ച് ചിക്കൻ വാങ്ങണം. ഇവിടുന്നോ? കുഞ്ഞോ ചിക്കൻ എന്താ വില? എന്താ ഓനൊന്നും ഉണ്ടാത്തു? ഒരു മൈൻഡ് ഇല്ലല്ലോ. ഏട്ടാ ഇറച്ചി ആകെ 200 റുപ്യ ഉള്ളൂ. എത്ര ഉണ്ടാവും? എന്നോട് കാര്യം പറയണ്ടേ, ജിലേസം മുന്നിൽ കിട്ടാ. സാധനം വേണ്ടേ പോവാ? ഇവിടുന്ന് വാങ്ങിയതിന് 1 കിലോൻ്റെ പൈസക്ക് 1.5 കിലോ കിട്ടും അവിടെ. അങ്ങടേക്ക് കിട്ടൂട്ടാ. ആസാനത്ത് നേരം അങ്ങനെയുണ്ട്. ഈ നാട്ടിലൊന്നും അല്ലേ? നമുക്കിപ്പോൾ എത്ര ചിക്കൻ വേണ്ടത്? 100 റുപ്യക്ക് അല്ല. എത്ര റുപ്യക്കാ? 100 റുപ്യക്ക് ചിക്കൻ വാങ്ങാനപ്പോൾ അങ്ങാടി പോണത്? ആ പിന്നല്ലാതെ. അപ്പോൾ എനിക്ക് ചായക്കോ? ചായ ആകെ 100 റുപ്യ ഉണ്ട്. നമുക്ക് ചായ കുടിക്കണ്ടേ? ചായക്ക് അങ്ങനെ 100 റുപ്യക്ക് ചിക്കൻ വാങ്ങാനുള്ള. നിർത്തിക്കാൻ ഞാൻ ഇറങ്ങാം. വണ്ടി വിട്ടുവിടാ, ടൗണിൽ വിട്ടുവിടാ. എനിക്കൊരു ചായ വേണം, പൊറാട്ടയും വേണം, അതിക്ക് കറിയും വേണം. അത് കഴിഞ്ഞിട്ട് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ. അതുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വാങ്ങാം ചിക്കൻ. ഹോട്ടലിൽ ദുർഗന്ധവിലാസേക്ക് വിട്ടുവിട്ടാ. കേറി തന്നെയുണ്ട്. ആസാനം അത്ര ലാഭം നോക്കിട്ട് ഇപ്പൊ നഷ്ടത്തിൽ കാണലപ്പോ പോക്ക്. ഇത് താന്താനെ കൊണ്ടനി നിലത്ത് ഇപ്പൊ ആകെ വണ്ടിയും വേണ്ടി നടന്ന് വന്നാൽ മതി. ഇതിപ്പോ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ ചിക്കൻ 100 റുപ്യക്കാണ് വേവണ്ട നേരെ ഏതാ അവനാന്റെ നാട്. നിങ്ങളെ ഇത് ഓലക്കമ്മളെ മുകളിൽ കയറ്റി നടങ്ങറേ ഇതൊക്കെ വാങ്ങി തന്നിട്ട് ഇപ്പൊ പെരയൊക്കെ മനസ്സിപ്പോ 4 കോഴിമുട്ട പോണ്ട കോലാണ്.